മംഗളൂരുവിൽ വീണ്ടും രാഷ്ട്രീയ കൊലപാതകം. ബജ്രംഗ് ദൾ പ്രവർത്തകനായ സുഹാസ് ഷെട്ടിയെയാണ് ഒരു സംഘം വെട്ടിക്കൊന്നത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നഗരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ദക്ഷിണ കന്നഡ ജില്ലയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ബന്ദ് ആചരിക്കുകയാണ്. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഇതിപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസത്തിനിടെ മംഗളൂരുവിൽ 2 കൊലപാതകം, ഒന്ന് ആൾക്കൂട്ട കൊലപാതകം, അതിൽ മരിച്ചത് മലയാളി യുവാവാണ്. ഇപ്പോൾ ബജ്രംഗ് ദൾ പ്രവർത്തകനെ കൊലപ്പെടുത്തിയ സാഹചര്യം ഉണ്ടാകുന്നു. ഈ തുടർ അക്രമ സംഭവങ്ങൾ നിലനിൽക്കുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടോ? എന്താണ് പോലീസ് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് പറയുന്നത്? എന്താണ് ഇപ്പോൾ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകനെ കൊലപ്പെടുത്താനുള്ള പ്രകോപന കാരണം എന്താണ്? ടോമെ, ഒരു ഇടവേളയ്ക്ക് ശേഷം മംഗളൂരുവിൽ വീണ്ടും ഒരു ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇതിൽ ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥ മംഗളൂരുവിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും വലിയ തോതിൽ പോലീസ് വിന്യാസം മംഗളൂരു നഗരപ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. അതായത് 1000-ഓളം പോലീസുകാരെയാണ് ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത്. അതുകൂടാതെ സായുധ പോലീസ് ഉൾപ്പെടെ ഇത്തരത്തിൽ ഓരോ ഭാഗങ്ങളിലായി, ഓരോ പ്രദേശങ്ങളിലായി നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി 8 കൂടിയാണ് ഇത്തരത്തിൽ സുഹാസ് ഷെട്ടിയെ ഒരു 6 അംഗ സംഘം വാഹനത്തിലെത്തിയ, ഒരു കാറിലും പിക്കപ്പ് വാനിലുമായി എത്തിയ 6 അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. അതിന്റെ ദൃശ്യങ്ങൾ സഹിതം ലഭിച്ചിരുന്നു. ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ടോം ചോദിച്ച ചോദ്യത്തിൽ എന്തിനാണ് ഈ കൊലപാതകം നടത്തിയെന്ന കാര്യത്തിൽ പോലീസിന് ഇതുവരെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇതിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായും പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഞായറാഴ്ച നടന്ന ആ കൊലപാതകം അതിന് തുടർച്ചയായി ഇത്തരത്തിലൊരു വർഗീയ തരത്തിലുള്ള കൊലപാതകമാണോ, അതല്ല ഈ സുഹാസ് ഷെട്ടി 3 വർഷം മുമ്പ് നടന്ന, അതായത് സൂറത്ത് കല്ലിൽ ഫാസിൽ വധക്കേസിലെ മുഖ്യ പ്രതിയാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പകവീട്ടലാണോ ഈ കൊലപാതകം എന്നൊരു സംശയമുണ്ട്. ഏതായാലും സുഹാസ് ഷെട്ടി പോലീസിന്റെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ്. ഇയാൾ ബജ്രംഗ് ദളിന്റെ ഗോസംരക്ഷണ പ്രവർത്തകനായിരുന്നു നേരത്തെ. പക്ഷേ ഈ കൊലപാതകം കഴിഞ്ഞ് ഇതിന് ജയിലിൽ ഇറങ്ങിയതിനു ശേഷം ഇയാൾ അത്ര സജീവമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് 2 കാരണം, അത് ഏതാണ് ഈ ഒരു സംഭവത്തിന് ഇടയാക്കിയെന്ന കാര്യത്തിൽ പോലീസിന് ഒരു നിഗമനത്തിലേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രധാനമായും ഈ പ്രതികളെ പിടികൂടേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ കൃത്യമായ ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസിന് എത്താൻ പറ്റൂ. എന്തായാലും മംഗളൂരു നഗരം വലിയ സംഘർഷ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് മലയാളികൾ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ആയി നമുക്കറിയാം, ആശുപത്രിയൊക്കെ മലയാളികൾ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ്. വിദ്യാർത്ഥികൾ ഒരുപാടുണ്ട്. ഇത്തരം ആൾക്കാർ ഒരുപാട് പേർ അവിടെ കുടുങ്ങിയിട്ടുണ്ട്. ഇന്ന് ബന്ദാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് ദക്ഷിണ കന്നഡ ജില്ല മുഴുവൻ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബന്ദ്, ഒരു വാഹനങ്ങൾ പോലും നിരത്തിൽ ഇറങ്ങുന്നില്ല. അതുമാത്രമല്ല, കടകൾ, വ്യാപാര സ്ഥാപനങ്ങൾ മുഴുവൻ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഒരു വലിയ സംഘർഷ സാധ്യത ഇപ്പോൾ മംഗളൂരു നഗരത്തിൽ നിൽക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഏതായാലും ഇത് സംബന്ധിച്ച് പോലീസ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ADGP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ മംഗളൂരുവിൽ ക്യാമ്പ് ചെയ്താണ് ഈ അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നത്. പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കൊലപാതകത്തിന്റെ കാരണം അത് ഇവരെ കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ കൃത്യമായി മനസ്സിലാക്കൂ. ഏതായാലും ഒരു നേരത്തെയൊക്കെ വലിയ തോതിൽ പ്രവീൺ നെട്ടാരുവിന്റെ ഒരു കൊലപാതകം നമുക്കറിയാം, വലിയ ചർച്ചയായ ഒരു കൊലപാതകമാണ്. ഇപ്പോൾ NIA അന്വേഷിക്കുന്ന ആ കേസ്, അതിന് തുടർച്ചയായി 3ഓളം കൊലപാതകങ്ങൾ ഉണ്ടായി. അതിലൊന്നാണ് ഈ സൂറത്ത് കല്ലിലെ ഫാസിൽ എന്ന് പറയുന്നത്. ആ ഫാസിലിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. ഇനി ആ കേസുമായി, ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഈ കൊലപാതകത്തിന് ബന്ധമുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും വലിയ തോതിൽ വാട്സാപ്പുകളിലൊക്കെ വലിയ തോതിലുള്ള പ്രചരണം ഉണ്ടാകുന്നു. അത് തന്നെയാണ് മംഗളൂരുവിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന കാര്യവും. ഇത്തരം പ്രചരണങ്ങളിൽ വീടരുതെന്ന് പോലീസ് പ്രത്യേകം പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ, സുഹാസ് ഷെട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വിലാപയാത്രയായി, വലിയ തോതിൽ ആളുകൾ പങ്കെടുത്ത വിലാപയാത്രയായാണ് സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോയത്. ഒരുപാട് ആളുകൾ, 100 കണക്കിന് ആളുകളാണ് ഈ സംസ്കാര ചടങ്ങുകളിലും മറ്റുമായി എത്തിയത്. എന്തായാലും ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രചരണം വാട്സാപ്പ് വഴി നടക്കുന്നുണ്ട്. അത്തരം കാർക്കെതിരെ വലിയ നടപടിയെടുക്കുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനൊപ്പം മറ്റൊരു കാര്യം, ഞായറാഴ്ച ഇത്തരത്തിൽ മലയാളിയായ അഷ്റഫ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒരാളെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 21ആയി. ഇനിയും 10 പേരെ കൂടി ഈ കേസിൽ പിടികൂടാനുണ്ട്. കാരണം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 കൊലപാതകങ്ങൾ അരങ്ങേറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ മലയാളി യുവാവ് അഷ്റഫിനെ ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ച് തല്ലിക്കൊന്ന
സംഭവവും ഈ ബജ്രംഗ് ദൾ പ്രവർത്തകന്റെ മരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിനുള്ള തിരിച്ചടി എന്ന രീതിയിലാണോ ഇതിനെ കാണേണ്ടത്, അതോ മറ്റേതെങ്കിലും മുൻവൈരാഗ്യത്തെ തുടർന്നുള്ള കൊലപാതകമായിരിക്കുമോ? ടോമെ, പോലീസിലും ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലെത്തിയില്ല. ഒരു വിഭാഗം പറയുന്നത് ആ ഒരു കൊലപാതകത്തിന് തിരിച്ചടിയായാണ് ഇത്തരമൊരു കൊലപാതകം നടത്തിയതെന്നാണ് ഒരു വിഭാഗം ഉയർത്തിക്കാട്ടുന്നത്. അതേസമയം പോലീസ് മറ്റു സാധ്യതയും തള്ളിക്കളയുന്നില്ല. അതായത് 2 കൊലപാതക കേസുകളിലെ പ്രതിയാണ് സുഹാസ്. കൂടാതെ നിരവധി ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരു പ്രതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആ ഏതെങ്കിലും കേസുകളിൽ ഉള്ള ഒരു പകവീട്ടിലാണോ ഈ കൊലപാതകം എന്ന് പോലീസ് സംശയിക്കുന്നു. പക്ഷേ ഈ ഞായറാഴ്ച നടന്ന അഷ്റഫിന്റെ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ നടന്നതായത് ഒരു കൊലപാതകമായതുകൊണ്ട് തന്നെ അതിന് തുടർച്ചയായ ഒരു കൊലപാതകം എന്ന രീതിയിലാണ് വ്യാപകമായ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത്തരത്തിൽ പ്രചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ സംഘർഷ സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഇന്റലിജൻസ് വിഭാഗവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ഒരുപക്ഷെ നാളത്തേക്ക് കൂടി നിരോധനാജ്ഞ നീട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിനിടയിൽ തന്നെ രാവിലെ സ്വകാര്യ ബസ്, ചില ബസ്സുകൾ നിരത്തിലിറങ്ങിയിരുന്നു. ആ ബസ്സുകൾക്ക് നേരെയൊക്കെ കല്ലേറ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ബജിപ്പെ വിമാനത്താവളമാണ് കാസർഗോഡ് ജില്ല ഉൾപ്പെടെയുള്ള ആളുകൾ ആശ്രയിക്കുന്ന ഒരു വിമാനത്താവളം. അവിടേക്കൊക്കെ യാത്ര ചെയ്യേണ്ടവരും ഒക്കെ ഇവിടെ മംഗളൂരുവിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിൽ ഒരു വാഹനങ്ങൾ പോലും മംഗളൂരു നഗരത്തിൽ ഓടുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വ്യാപാര സ്ഥാപനങ്ങൾ പോലും തുറന്നിട്ടില്ല. അത്രത്തോളം ഭീതിതമായ ഒരു സാഹചര്യം മംഗളൂരുവിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. അതിനിടയിൽ ഒരാൾക്ക്, അതായത് ബണ്ട്വാളിൽ ഒരാൾക്ക് ഒരു കുത്തേറ്റു എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്നാൽ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ തോതിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് ഈ നഗരത്തിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും കൂടുതൽ മറ്റ് ജില്ലകളിൽ നിന്ന് ഉൾപ്പെടെ കൂടുതൽ പോലീസിനെ ഇവിടെ എത്തിക്കുമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ADGP ഇവിടെ ക്യാമ്പ് ചെയ്ത് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും സംഘർഷ സാധ്യത തന്നെയാണ് മംഗളൂരിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ആ സംഘർഷ സാധ്യത ഒരു അയവും വന്നിട്ടില്ല. എന്തായാലും ഈ ഒരു കൊലപാതകം ഏറെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമായി മാറി. കാരണം ഒരുപാട് ആളുകൾ നോക്കി നിൽക്കുകയാണ്. ഈ സംഘം വാളും അത്തരത്തിൽ മാരക ആയുധങ്ങളുമായി എത്തി കൊലപാതകം നടത്തുന്നു. അത് കൃത്യമായി ദൃശ്യം ന്യൂസ് ഉൾപ്പെടെ ഇപ്പോൾ ആ ദൃശ്യം ലഭിച്ചിരുന്നു. ആ വെട്ടി കൊലപ്പെടുത്തുന്ന രംഗം. ആ കൊലപാതകം നടത്തിയതിനു ശേഷം ഇവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് മംഗളൂരുവിൽ ഇതുപോലുള്ള അക്രമ സംഭവങ്ങൾ, പ്രത്യേകിച്ചൊരു വർഗീയ കലഹത്തിന് പോലും കാരണമായേക്കാവുന്ന രീതിയിലുള്ള കൊലപാതകങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത്. പോലീസ് എത്രത്തോളം ജാഗ്രതയിലാണ്? ഇപ്പോഴത്തെ ഉണ്ടായ ഈ 2 സംഭവങ്ങൾക്ക് പിന്നാലെ ഇനി ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അതിനെ തടയാൻ പോലീസ് എങ്ങനെയാണ് മുൻകരുതൽ എടുത്തിരിക്കുന്നത്? വലിയ ഒരു പോലീസ് സംഘം തന്നെ, സന്നാഹം തന്നെ അവിടെ വിനിയോഗിച്ചിട്ടുണ്ടോ? ടോമെ, മംഗളൂരു നഗരപ്രദേശങ്ങളും പോലീസ് വലയത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോഴും ഈ വൈകിട്ട് രാത്രി കാലങ്ങളിലാണ്, നേരത്തെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, ടോമിന് അതറിയാം, രാത്രിയാണ് പലപ്പോഴും ഇത്തരത്തിൽ വലിയ തോതിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുകയും കൊലപാതകങ്ങൾ ഉൾപ്പെടെ 4 കൊലപാതകം അടുപ്പിച്ച് തുടർച്ചയായി ഉണ്ടായ ഒരു സ്ഥലമാണ് മംഗളൂരു. പ്രത്യേകിച്ച് ഈ തീരപ്രദേശങ്ങളിലൊക്കെ വളരെ സെൻസിറ്റീവായ ഒരു ഏരിയയാണ്. ചെറിയൊരു തീപ്പൊരി വീണാൽ അത് വലിയ തോതിൽ സംഘർഷാവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഒരു ഈ BJP സംഘപരിവാർ ശക്തികളുടെ ശക്തി കേന്ദ്രമാണ്. ഈ നമുക്കൊരു ശ്രീരാമസേന പോലെ ഒരുപാട് സംഘടനകൾ, തീവ്ര ഹിന്ദു സംഘടനകൾ പോലും ഉള്ള ഒരു സ്ഥലമാണ് മംഗളൂരു. സൂറത്കൽ, ഭട്കൽ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ. ഇവിടെയൊക്കെ നേരത്തെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകമായാലും വർഗീയ കൊലപാതകമായാലും നിരവധി സംഭവങ്ങൾ അരങ്ങേറിയ സ്ഥലമാണ്. തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്തരത്തിൽ പക വീട്ടുന്ന രീതിയിലുള്ള കൊലപാതകം നടന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പഴുതടച്ചുള്ള സുരക്ഷയാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലും ജാഗ്രത പാലിക്കാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കർണാടകയുടെ അതിർത്തി പങ്കിടുന്ന കേരള പോലീസ് സ്റ്റേഷനുകൾ നിരവധിയുണ്ട്. പ്രത്യേകിച്ച് രാജപുരം, അതുപോലെ തന്നെ മഞ്ചേശ്വരം, അടൂർ,
തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ അവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെയൊക്കെ വാഹന പരിശോധന നടക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള നിരവധി ബസ്സുകൾ KSRTC ഉൾപ്പെടെ മംഗളൂരുവിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അതൊക്കെ തലപ്പാടി വരെ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. മംഗളൂരിലെ ഏതെങ്കിലും തരത്തിൽ ഒരു വാഹനങ്ങൾ പോലും ഓടാത്ത രീതിയിൽ ബന്ദ് അത്രത്തോളം വലിയൊരു വികാരം, ഇത്രത്തോളം ഒരു പ്രതിഷേധം ഇവിടെ ഉയരുന്നുണ്ട് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ അഷ്റഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് വന്നാലും അതിലും ഒരു വിഭാഗം വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ട്. 3 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ആ സംഭവത്തിൽ സസ്പെൻഡ് ചെയ്തത്. കാരണം കൃത്യവിലോപം ഇവർ ഉണ്ടായി എന്ന ഒരു നിഗമനത്തിൽ അത്തരം ഒരു സാഹചര്യം നിലനിന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നലെ രാത്രി ഈ ഒരു കൊലപാതകം നടക്കുന്നത്. അതും ആളുകളൊക്കെ നോക്കി നിൽക്കെ വലിയ തോതിൽ ഒരു കവലയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടക്കുന്നതെന്നാണ് അതിലേറ്റവും ശ്രദ്ധേയം. ഈ ആറു പേരായിരുന്നു ഇയാളുടെ ഈ സുഹാസ് ഷെട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നത്. അത്രയും ആളുകൾ ഉണ്ടായ സമയത്ത് കൃത്യമായി സുഹാസ് ഷെട്ടിയെ തന്നെ ടാർഗറ്റ് ചെയ്ത് അത്തരത്തിൽ കൊലപാതകം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. അത് ഇയാളെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ സംഘം എത്തിയത്. 6 പേരായിരുന്നു ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മാരകായുധങ്ങൾ, വാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു. വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ഇയാളെ ആശുപത്രിയിൽ, അതായത് തൊട്ടടുത്ത ആശുപത്രിയിൽ അപ്പോൾ തന്നെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. ഏതായാലും രാത്രി തന്നെ മംഗളൂരുവിൽ ഇന്നലെ വലിയ തോതിലുള്ള സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. ഏതായാലും ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനൊപ്പം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഇത്തരത്തിലുള്ള ബന്ധും ഇപ്പോൾ തുടരുന്നുണ്ട്. 6 മണിവരെയാണ് ഇപ്പോൾ ബന്ധുള്ളത്. ഈ പ്രതികളെ ഉടൻ പിടികൂട്ടണമെന്ന ഒരു ആവശ്യവുമായി, പ്രതിഷേധവുമായി ഇവർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും മംഗളൂരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് മംഗളൂരുവിലുള്ളത്. തുടർച്ചയായി 2 കൊലപാതകങ്ങൾ. ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ കനത്ത പോലീസ് കാവലിലാണ് മംഗളൂരു നഗരം.